അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പൊതിച്ചോറുണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. ചക്കരയ്ക്ക് ഭയങ്കര കുറേ ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട് പൊതിച്ചോറുണ്ടാക്കണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പൊതിച്ചോറുണ്ടാക്കി കെട്ടി വെച്ച് ഞങ്ങൾ കഴിക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് പറയും നമുക്കൊരു പൊതിച്ചോറുണ്ടാക്കാം, പക്ഷെ ഞങ്ങൾക്ക് ഇച്ചിരി ബിസി ആയിപ്പോയി, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ എന്നാൽ ഇന്ന് പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും കൂടെ കഴിക്കാമെന്ന് വെച്ചു. നമ്മൾ ഒത്തിരി ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ പൊതിച്ചോറിന്. അത്യാവശ്യം നമ്മളൊരു മെഴുക്ക് പുരട്ടി, പിന്നെ പയറുതോരൻ, ഒരു മുട്ട പൊരിച്ചത്, മീനുണ്ട്, മീൻ വറുത്തതുണ്ട്, അച്ചാറ്, അത്രയും മതി അല്ലേ? അത് തന്നെ ധാരാളം. അപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ പയറിന്റെ കൃഷിയുണ്ട്. എന്നിട്ട് നമ്മുടെ പൊതിച്ചോറിന് നമ്മൾ ഈ പയറാണ് തോരൻ വെക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ തന്നെ രാസവളമൊന്നും ഇല്ലാത്ത നല്ല പയറ് പറിച്ച്, ഈ പയറാണ് ഇന്നത്തെ ഞങ്ങളുടെ പൊതിച്ചോറിന് പയറ് തോരൻ. മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാനുള്ള നമ്മുടെ തൊടിയിലുള്ള മാവേന്ന് തന്നെ, നമ്മുടെ തൊടിയിലുള്ള മാവേന്ന് തന്നെയാണ് പറിക്കുന്നത്. പറിക്കുന്ന മുമ്പ് തന്നെ നമുക്കൊരു പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അമ്മയുടെ നെയ്യത്ത് കൊടുക്കുന്നു. ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങളെല്ലാം പറിച്ചു, കൊറേ പറിച്ച് ഞങ്ങൾ ഉപ്പിലിട്ടു, കൊറേ ഞങ്ങള് ഞങ്ങളുടെ അയലൊക്കത്തൊക്കെ കൊടുത്തു, വീട്ടുകാർക്ക് പപ്പയ്ക്ക് കൊടുത്തു വിട്ടില്ലേ ചേച്ചി? പപ്പായ്ക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ മാങ്ങ കൊണ്ടാണ് നമ്മള് മാങ്ങ ചമ്മന്തി, നമ്മുടെ തൊടിയിലെ തന്നെ മാങ്ങ. അപ്പൊ ഗൈസ്, നമ്മുടെ ചിഞ്ചുവാൻ്റെ വേണ്ടി ഇവിടെ പയറ് തോരൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പൊതിച്ചോറിനുള്ള പയറ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് അയലയാണ് വറക്കുന്നത് കേട്ടോ. നമ്മുടെ പൊതിച്ചോറിനായിട്ട് നമ്മുടെ അയൽക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇല്ലാതെ എന്താ പൊതിച്ചോറല്ലേ? അതെ, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ചമ്മന്തിയും, വേറൊന്നും ഇല്ലെങ്കിലും ഒരു മെഴുക്ക് പുരട്ടിയും ചമ്മന്തി, ഒരു മുട്ട പൊരിച്ചതും. അതെ, നമുക്കൊരു സവോളയും കൂടി ഇതിൻ്റെ കൂടെ അരിഞ്ഞില്ല അമ്മേ. നമ്മുടെ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുട്ടയുണ്ടോ എന്ന് നോക്കാമേ. ഒരു മുട്ട പൊരിക്കണമല്ലോ, നമുക്ക് കോഴിയുണ്ട് കേട്ടോ. ഒരു മുട്ട ഉണ്ടല്ലോ, ഒരു മുട്ട ഉണ്ടല്ലോ. ഒന്നേയുള്ള നോക്ക്, ആ സൈഡിലുണ്ടോ നോക്കി. ആ സൈഡിൽ, അപ്പുറത്തെ സൈഡിൽ, ആ സൈഡിലുണ്ടോ നോക്കി. പിള്ളേരെ മുട്ടയുണ്ടോ? അയ്യോ, ഒരു മുട്ടയുള്ളല്ലോ. ഇതുണ്ടോ നമ്മുടെ കോഴികളാ കേട്ടോ. ഇവര് ഡെയിലി മുട്ടയിടും. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മുട്ട. മുട്ട കോഴികൾ 10 കോഴികളുണ്ട്. 10 കോഴിയുണ്ട്. അപ്പൊ നമുക്ക് എന്നാ നമ്മുടെ മുട്ട എടുത്തേ. ആൻറ്റിയും കുഞ്ഞിയുടെ മുട്ടയും എടുത്തോ. അപ്പൊ നമ്മുടെ പൊതിച്ചോറിനുള്ള, പക്ഷെ ഒരെണ്ണമേ ഉള്ളല്ലോ, സാരയില്ല, നമ്മുടെ മറ്റേ മുട്ട ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ ചിഞ്ചു ആൻറ്റി മുട്ട എടുത്തു. മുട്ട ഉണ്ടോ വേറെ? ഇല്ലില്ല. അപ്പൊ കാണിച്ചേ, മുട്ട കാണിച്ചേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മുട്ട. ഇപ്പൊ നമുക്ക് മുട്ട പൊരിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുക്കാമേ.
മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ ഉപ്പങ്ങിട്ട് അപ്പൊ നമ്മൾ ഇച്ചിരി സവാള അരിഞ്ഞത് ഇടും. പിന്നെ ഇച്ചിരി പച്ചമുളകും നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ചക്കരയാ മിക്സ് ചെയ്യുന്ന കേട്ടോ. എനിക്ക് മിക്സ് ചെയ്യാൻ അവൻ തന്നില്ല. ാണ് മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമ്മളിനി പൊതി കെട്ടു. അപ്പം ഇനി നമ്മൾ മുട്ടയും കൂടെ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഇല വെട്ടണം, പൊതി കെട്ടണം, കഴിക്കണം. ഇനി നമ്മൾ എന്തിനാ പോകുന്നേ? ഇല വെട്ടാൻ പോവാണ്. നമുക്ക് നല്ല വലിയൊരു ഒരു ഇലയിൽ പൊതി കെട്ടാം അല്ലേ? നമുക്കൊരു വലിയ ഇല എടുത്തിട്ട് ഒന്നിച്ച് പൊതിയിട്ട് കഴിക്കും. അതിന് പറ്റിയ ഒരു ഇല നമുക്ക് നോക്കി എടുക്കാം. ഇതെല്ലാം പൊട്ടി കീറിപ്പോയി ഇലകളെല്ലാം. ചേച്ചി അത് പറിച്ചുകൊണ്ടിരിക്കുക, ഇല വെട്ടുക. അതെ പിടിച്ചു കഴിച്ചിട്ട്. ഓക്കെ, നമുക്കപ്പോൾ വലിയ നീളമുള്ള വീതിയുള്ളൊരു ഇല കിട്ടി. ഇനി ഇല കിട്ടിയിട്ടുണ്ട്. ഇല വാട്ടുമ്പോഴത്തെ മണം. അതെ, ഇല വാട്ടുന്ന മണോ ചക്കരെ? കൂട്ടുകാരെ, നമ്മൾ ചോറ് വിളമ്പുവാണേ. ചേച്ചി ചോറ് വിളമ്പുന്നു. കുറച്ച് ഉപ്പ് വെതറി നമ്മള് തോരൻ എവിടോട്ട് വിളമ്പിക്കാം. ചക്കരയാണ് വിളമ്പുന്നത്. ചക്കരയുടെ ഒരു ആഗ്രഹമില്ല, ഇച്ചിരി തോരൻ വിളമ്പണമെന്ന്. വിളമ്പിക്കോട്ടെ. തോരൻ വിളമ്പി. മെഴുക്ക് വരട്ടിയില്ല, ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി. മെഴുക്ക് വരട്ടി വെച്ചു. ചമ്മന്തി വെക്കാം. നല്ല മാങ്ങയൊക്കെ അരച്ച് നല്ല ചമ്മന്തിയാണ് കേട്ടോ. പിന്നെ നമുക്കിതിൻ്റെ ഇടയിലേക്ക് വെക്കാം. മീൻ വറുത്തത്, അയല വറുത്തത് നമ്മളെടുത്ത് നമ്മുടെ മുട്ട പൊരിച്ചത്. മുട്ട ഇനി നമുക്ക് ലാസ്റ്റിലൊരു അച്ചാർ. ഇത് ശരിക്കും പറഞ്ഞാൽ കണ്ണിമാങ്ങ അച്ചാറാണേ. നമ്മുടെ മാങ്ങ കൊണ്ടാകുന്നതിന് മുന്നേ നമ്മൾ കണ്ണിമാങ്ങ പെറുക്കി വെച്ച് ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ അച്ചാറിട്ടതായത്. നമ്മുടെ പൊതിച്ചോറിലെ കൂട്ടാനും എല്ലാം റെഡിയായി. ഇനി കെട്ടിയാൽ മതി. ചൂട് ഇലയും നല്ല ചൂടാണ്, ഫുഡും നല്ല ചൂടാണ്. റെഡി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇതിന് അപ്പൊ നമ്മുടെ പൊതിച്ചോറ് ദേ ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് കഴിക്കാം കേട്ടോ. എന്തായാലും ഇവരഴിക്കട്ടെ കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാം. ഇവരഴിക്കട്ടെ. ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞേ. ഇച്ചിരി ചമ്മന്തിയും ഇതൊക്കെ കൂടെ എടുത്ത്. അതൊക്കെ സൂപ്പർ. എന്നിട്ട് കഴിച്ചിട്ട് ടേസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേ.
അടിപൊളി സൂപ്പറാണ് കേട്ടോ. കുറേ നാളുകളായിട്ടുള്ളൊരു നൊസ്റ്റാൾജിയാണ് ഇത് ഇന്ന് നിറവേറ്റിയത്. സൂപ്പറാ അടിപൊളി അടിപൊളി. എന്നാലും ഞാനും കഴിക്കട്ടെ. കഴിക്കാൻ നിങ്ങൾ കഴിക്കുന്നത് നോക്കിയിരുന്നിട്ട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ. വാ കഴിക്കാൻ വരൂ. ഓക്കെ കഴിക്കാം. ഇച്ചിരി മെഴുക്ക് പുരട്ടി, ഇച്ചിരി അച്ചാറ്, മീൻചാറ്, ഇച്ചിരി മുട്ട, ചമ്മന്തി. അപ്പം ഞങ്ങളിവിടെ വലിച്ചു വാരി കഴിക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ തണ്ട് 3 ഭാഗത്തുനിന്നും തുടങ്ങി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട് ചിഞ്ചു ആൻറ്റി? സൂപ്പർ അടിപൊളി. ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. പിന്നെ ചക്കര അലമ്പാക്കിയാ കഴിക്കുന്നത്. അതെ, ഞങ്ങളും കുറച്ചൊക്കെ അലമ്പാക്കിയ. അതെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് സൂപ്പറായിരുന്നു. ചക്കര ഇങ്ങോട്ട് നോക്കിക്കേ, സൂപ്പറായിരുന്നു. നല്ലതാണോ? ആണോ? പൊളിച്ചു കേട്ടോ, പൊളിച്ചു. അപ്പോൾ ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ചു. എല്ലയൊക്കെ ഞങ്ങൾ കാലിയാക്കി തൂത്ത് പെറുക്കിയിട്ടുണ്ട്. നല്ല വിശപ്പായിരുന്നു കേട്ടോ. കുറച്ച് താമസിച്ചു ഞങ്ങൾ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ സത്യം ടാറ്റാ. ബൈ.